യാക്കോബായ സുറിയാനി സഭയ്ക്ക് വലിയ പ്രതിസന്ധികളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ സഭയുടെ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ ഈ സഭയ്ക്ക് ഇത്രമാത്രം മുൻപോട്ട് പോകുവാൻ സാധിച്ചു എന്നുള്ളത് ആർക്കും ഈ സഭയെ തകർക്കുവാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമമായൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൂടുതൽ ഈ സഭയെ ബലപ്പെടുത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. മുളന്തുരുത്തിയിൽ ഇന്ന് യുയാക്കീം മോർ കൂറിലോസ് ബാവായുടെ നാമത്തിൽ ഒരു ചാപ്പൽ കൂദാശ ചെയ്യുകയുണ്ടായി. അവിടെ ഞാൻ എൻ്റെ മനസ്സിൽ അന്നേരം ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കടന്നുകൂടുകയുണ്ടായി. അത് ചെന്ന് നിൽക്കുന്നത് ഒരു സഭയുടെ വിഭാഗീയതയുടെ വിത്ത് പാകിയ ഒരു അനുഭവത്തിലേക്കാണ്. 3 തിരുമേനിമാരാണ് ഇവിടെ നിന്നും പരിശുദ്ധ സിംഹാസനത്തിലേക്ക് പട്ടമേൽക്കുവാൻ പോയത്. പരിശുദ്ധനായ പൗലോസ് റമ്പാച്ചനും അതുപോലെ തന്നെ സ്ലീബ റമ്പാച്ചനും അതുപോലെ തന്നെ വട്ടശ്ശേരിൽ റമ്പാച്ചനും വട്ടശ്ശേരിൽ റമ്പാച്ചനും ഈ 3 പേരാണ് ഇവിടെ നിന്നും 1908 യെരുശലേമിലേക്ക് വണ്ടി കയറിയത്. അതിൽ 2 പേർ പരിശുദ്ധനായ പൗലോസ് മോർ കൂറിലോസ് തിരുമേനിയും അതുപോലെ തന്നെ പരിശുദ്ധനായ സ്ലീബ മൊറോസ്താത്യോസ് തിരുമേനി പരിശുദ്ധ സിംഹാസനത്തിന് അന്നൊരു ഉടമ്പടി എഴുതി കൊടുത്തു. അത് പട്ടമേൽക്കുമ്പോൾ പരിശുദ്ധ സിംഹാസനത്തിന് എഴുതി കൊടുക്കേണ്ടുന്ന ഉടമ്പടിയാണ്. അതിൽ നിന്നും നമ്മുടെ വട്ടശ്ശേരി തിരുമേനി വിട്ടുനിന്നു. അവിടെ തുടങ്ങി കലഹത്തിൻ്റെയും വിഭാഗീയതയുടെയും വിത്തുപാകൽ അവിടെ തുടങ്ങി. അത് വളർന്ന് വലുതായാണ് 1912 സഭയിൽ വിഭാഗീയത അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടായത്. വട്ടശ്ശേരി തിരുമേനി പക്ഷേങ്കിൽ പട്ടമേറ്റത് അന്നത്തെ യഥാർത്ഥത്തിലുള്ള പാത്രിയർക്കീസ് ബാവായിൽ നിന്നുമാണ്. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു പാത്രിയർക്കീസ് അന്നും ടർക്കിയിലുണ്ട്. പിന്നീട് എന്താണ് നടന്നത് സഭാചരിത്രം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. സഭാചരിത്രത്തെ നമ്മളാരും വികലമാക്കിയിട്ട് കാര്യമുണ്ട്. ചരിത്രം എന്നും ചരിത്രമായി തന്നെ അവശേഷിക്കുകയാണ്. ആ ചരിത്രം ഇടയ്ക്കൊക്കെ പറയുമ്പോൾ അത് ചിലർക്കൊക്കെ വിഷമമുണ്ടാകുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ചരിത്രം ആവർത്തിച്ച് പറയുമ്പോൾ ചരിത്രം വികലമാക്കുന്നവർക്കത് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കാം. പക്ഷേ ചരിത്രം ചരിത്രമായി തന്നെ നിലനിൽക്കുകയാണ്. അന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പാത്രിയർക്കീസ് ബാവായെയാണ് 1912 ഇവിടെ കൊണ്ടുവന്ന് ഒരു സിംഹാസനം ഒരു കത്തോലിക്കറ്റ് സ്ഥാപിക്കുന്നത് നമ്മൾ ഓർക്കണം. അന്ന് തുടങ്ങിയതാണ്. 1912 മുതൽ 1917 വരെ ഈ സഭയുടെ ഏറ്റവും കലുഷിതമായ കാലഘട്ടത്തിൽ മെത്രാൻ കക്ഷിയെന്നും ബാവാ കക്ഷിയെന്നും 2 വിഭാഗമായി വേർപിരിയുമ്പോൾ പരിശുദ്ധ പാത്രിയർക്കീസ് പക്ഷത്ത് നിൽക്കുന്നവരെ ബാവാ കക്ഷി എന്ന് വിളിച്ചു. മലങ്കര മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ മെത്രാൻ മറുവിഭാഗത്തുള്ളവരെ മെത്രാൻ കക്ഷി എന്നു. അതൊരു പോപ്പുലറായിട്ടുള്ള ഒരു പേരായി അത് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ബാവാ കക്ഷി എന്ന് പറയുന്നു ഞങ്ങൾക്ക് യാതൊരു അപമാനവും ഉണ്ടാവില്ല, ഞങ്ങൾക്കെല്ലാം അഭിമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ 1917 വരെ മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന പൗലോസ് മോർ കൂറിലോസ് തിരുമേനി, പാണമ്പടി പള്ളി കബറടങ്ങിയ തിരുമേനി, അദ്ദേഹത്തിന് ശേഷം ആലുവയിലെ വലിയ തിരുമേനി സത്യവിശ്വാസം സംരക്ഷിച്ചത്. എത്രമാത്രം കഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ് പുണ്യപ്പെട്ട പിതാക്കന്മാരെ സഭയെ നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിനുശേഷം പുണ്യശ്ലോകനായ പരിശുദ്ധനായ നമ്മുടെ പൗലോസ് രണ്ടാമൻ ബാവ തിരുമേനി, അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വമാണ് എന്തെല്ലാം സംഭവിച്ചാലും കണ്ടനാട് ഭദ്രാസനത്തിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടുകൂടിയും 32 പള്ളികളാണ് ഈ ഭദ്രാസനത്തിന് നഷ്ടപ്പെട്ടത്, ഈ സഭയ്ക്ക് നഷ്ടപ്പെട്ടത്. അതിൻ്റെ നഷ്ടത്തിൻ്റെ കണക്ക് നമ്മളാരും കൂട്ടിയിട്ടില്ലല്ലോ, അതിൻ്റെ വാല്യൂ നമ്മളാരും കണക്കാക്കിയിട്ടില്ലല്ലോ, നമ്മളതിനെക്കുറിച്ചൊന്നും പറയാറില്ലല്ലോ. അപ്പോഴും അവിടെ സെമിത്തേരികളിൽ മതിൽ കെട്ടി സെമിത്തേരിയുടെ വാതിലുകൾ അടച്ചുപൂട്ടി വിശ്വാസികൾക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള സമീപനം നടത്തുന്നത്, അതിനെയാണ് ഈ സമൂഹം അതിനെ ചോദ്യം ചെയ്യുന്നത്. മരിച്ചുപോയവരുടെ മൃതശരീരം അടക്കുന്നതിന് പോലും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാലമുണ്ടായി ഇവിടെ. കഴിഞ്ഞ ദിവസം അയ്യമ്പള്ളി പള്ളിയിൽ ഒരു സഹോദരനെ കാണുവാൻ വരികയുണ്ടായി. അപ്പം പള്ളി അവർക്ക് നഷ്ടപ്പെട്ടു. പരിമലത്തിനുമേനെ ആരംഭിച്ച ദേവാലയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സെമിത്തേരിയിലൊക്കെ പോകാറ്, പുള്ളി എറണാകുളത്ത് സെറ്റിൽഡാണ്. അപ്പോൾ പറഞ്ഞു സെമിത്തേരിയിൽ പോകാൻ സാധിക്കുന്നില്ല തിരുമേനി, പള്ളി ചാപ്പലിൽ പോയി നമ്മളുടെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും സെമിത്തേരിയിൽ മുഴുവനും കമ്പിവേലി കെട്ടിയിരിക്കുകയാണ്. ചാടിക്കിടക്കാതിരിക്കാൻ മതിലിന് മുകളിൽ കമ്പിവേലി കെട്ടിയിരിക്കുകയാണ്. എന്തൊരു സംസ്കാരമാണിത്! ഈ കേരള സമൂഹം എന്തായിരിക്കും ഇതിനെക്കുറിച്ച് കാണുന്നത്? സ്വയം ചോദിക്കണം. ചെറായിപ്പള്ളിയിലും അത് തന്നെയാണ്. ചെറായിപ്പള്ളിയിലെ സെമിത്തേരിയിൽ നമ്മുടെ ചാപ്പലിൽ നിന്നും വിശ്വാസികൾക്ക് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവിടുത്തെ സെമിത്തേരി താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. യാക്കോബായക്കനോട് കയറി പ്രാർത്ഥിക്കാൻ പാടില്ല.
അങ്ങനെയുള്ള സംസ്കാരമൊന്നും ഒരു സംസ്കാരമുള്ള ദേശത്ത് 100% അക്ഷരജ്ഞാനമുള്ള ജനങ്ങൾ വസിക്കുന്ന ഒരു ദേശത്തിൽ ക്രിസ്തീയതയ്ക്കും മാനുഷികതയ്ക്കും എതിരായിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നു എന്നുള്ളത് വേദനാജനകമാണ്. ഇത് നമ്മൾ സമൂഹത്തോട് പറയുമ്പോൾ ഈ സമൂഹം നമ്മുടെ ഒപ്പം നിൽക്കുന്നതിൽ എന്താണ് തെറ്റ് പറയാൻ സാധിക്കുക? ഇവിടെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ഈ സഭയ്ക്ക് ഇന്ന് നേരിടേണ്ടി വരുന്നതായ പ്രതിസന്ധിയോടെ തിരിഞ്ഞു നിൽക്കുന്നത്? എല്ലാവരും അനുകൂലമായ സമീപനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള അക്രൈസ്തവരായ സഹോദരങ്ങൾ, ഇവിടെയുള്ള ഹൈന്ദവർ, ഇവിടെയുള്ള ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർ ആരെങ്കിലും ഈ സഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നുണ്ടോ? ഗവൺമെൻറ് റഫറൻഡം കൊണ്ടുവരുവാനായിട്ട് തീരുമാനമെടുത്തില്ലേ? അതിനോട് എല്ലാവരും പ്രതികരിച്ചല്ലോ. ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, മതമില്ലാത്തവർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അങ്ങനെ ഈ സഭ ഒറ്റപ്പെട്ട ഒരു സഭയല്ല. ഈ സഭയുടെ നൊമ്പരത്തിൽ, ഇതിൻ്റെ ഹൃദയത്തിൽ ആഴത്തിലേറ്റതായ മുറിവിൽ, ആ വേദനയിൽ പങ്കുചേരുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം. ഇത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടാകണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരോടുമുള്ള വഴക്കും വിദ്വേഷവും ഒന്നുമല്ല, മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു മെത്രാച്ചൻ പ്രതികരിച്ചു. മറുവിഭാഗത്തിലെ നമ്മുടെ സഹോദരങ്ങളായ സഭയിലെ ഒരു മെത്രാച്ചൻ പ്രതികരിച്ചു. അദ്ദേഹത്തിന് അനുഭവിക്കുവാൻ തിക്തമായ അനുഭവം നമ്മളെല്ലാവരും വായിച്ചറിഞ്ഞതല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിച്ചു പോകണം, ആത്മീയതയിലേക്ക് തിരിച്ചു പോകണം, ആരാധനയിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോയെങ്കിൽ മാത്രമേ സാക്ഷ്യമുള്ള ഒരു സഭയായി ഈ സമൂഹത്തിൽ വർദ്ധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഇനിയുമുണ്ട്. ചർച്ചകൾക്ക് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. കൈറോവിലെ മീറ്റിങ്ങിലേക്ക് വിളിച്ചുവെങ്കിലും പോകാൻ സന്നദ്ധതയില്ല എന്നാണ് അറിയിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ചർച്ചകൾ തുടരണമെന്ന് ഒരു വശത്തുകൂടി പറയുന്നുമുണ്ട്. ഒരു സാധ്യതകളും നമ്മൾ തട്ടിത്തെറിപ്പിക്കുന്നില്ല. നമുക്ക് സമാധാനപരമായി സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിക്കണമെന്ന് അന്ന് നാൾ മുതൽക്ക് ഞാൻ ഇന്നും ആവർത്തിച്ചു പറയുന്നു. വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ ഇനി എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്? 52 പള്ളികൾ, എൻ്റെ ഇടവക പള്ളി അടക്കം 52 പള്ളികൾ അവർ നിയമത്തിൻ്റെ മറവിൽ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് പിടിച്ചടക്കിയില്ലേ? ഇനി എന്ത് വിട്ടുവീഴ്ചയാണ് വേണ്ടത്? അത് നമ്മൾക്ക് അവകാശപ്പെട്ടതല്ലേ? നമുക്ക് അവകാശപ്പെട്ടതിൽ അവിടെ അവകാശം നമുക്ക് തിരികെ തരേണ്ടതല്ലേ? മറുവിഭാഗത്തിന് അവിടെ അവകാശം സംരക്ഷിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതല്ലേ? നീതിയുക്തമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ? നീതി നിഷേധിക്കപ്പെടുന്ന കോടതി വിധികൾ ചോദ്യം ചെയ്യുമ്പോൾ അത് കോടതിയുള്ള അനാദരവല്ലല്ലോ, അത് ജഡ്ജസിനുള്ള അനാദരവല്ലല്ലോ. ജഡ്ജ്മെൻറ്റിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സത്യം തമസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഉറക്കെ പറയും എന്താണ് തെറ്റുള്ളത്? അതുകൊണ്ട് തന്നെ കോടതികളും മാറി ചിന്തിക്കട്ടെ. കോടതികൾ, ബഹുമാനപ്പെട്ട കോടതി മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. നമുക്ക് ആശ്വാസകരമായ പല സൂചനകളും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും, ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൽ നിന്നും, പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും, എല്ലാ മതങ്ങളിൽ നിന്നും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കാലം നമ്മളിങ്ങനെ പോകും? എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് മുളന്തുരുത്തി പള്ളി പൂട്ടിയിടുന്നത്, 15 വയസ്സുള്ളപ്പോൾ. അങ്ങനെ ബാല്യം മുതൽ കണ്ടു വളർന്നതാണ് ഈ തല്ലും ബഹളവുമൊക്കെ. എൻ്റെ കൺമുണ്ടിലിട്ടാണ് മുളന്തുരുത്തി പള്ളിയിലെ സീനിയേഴ്സായിട്ട് പലരെയും തല്ലിച്ചറിക്കുന്നത്. പോലീസല്ല, 2 വിഭാഗവും തമ്മിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തവും തല്ലുമായിരുന്നു. അവസാനിപ്പിക്കണ്ടേ? നമ്മൾ ക്രിസ്ത്യാനികളല്ലേ, നമ്മൾ സഹോദരങ്ങളല്ലേ? അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ മാറി ചിന്തിക്കണം. എല്ലാറ്റിനും കോടതിയും കേസും വ്യവഹാരങ്ങളും കോടതി വിധിയും മാത്രമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. എവിടെ ചെന്ന് നിൽക്കും? കോടതികൾ എന്താണ് പറഞ്ഞത്? ഇനിയും 100 വർഷം നിങ്ങൾ കേസ് നടത്തിയാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് ഇവിടെ അഭിമന്യ തിരുമേനിയും പറഞ്ഞത്. ആ സ്നേഹത്തിലൂടെ നമുക്ക് ഒന്നിച്ചു പോകുവാനായിട്ട് സാധിക്കും. അവിടെ പരസ്പരമുള്ള സഹായത്തോടും പരസ്പരമുള്ള സ്നേഹത്തോടും ആദരവോടും പരസ്പരം ബഹുമാനിച്ചും ആദരവോടുകൂടി സഹോദരങ്ങളെ പോലെ കത്തോലിക്ക സഭയും മാർത്തോമാ സഭയും CSI സഭയും എല്ലാ സഭകളുമായിട്ട് എത്ര വലിയ ബന്ധത്തിലാണ് സുറിയാനി സഭ മുൻപോട്ട് പോകുന്നത്. അഭിമന്യ പിതാവായ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ളതായ വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. അങ്ങനെയാണ് എല്ലാ സഭകളും നമ്മെ കാണുന്നത്. പ്രിയമുള്ള വാത്സല്യ ദൈവമക്കളെ, നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ സഭകൾ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെയുള്ള കേരളത്തിലെ മുഴുവൻ സമൂഹവും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം ഇതിനെ എൻ്റെ ബലഹീനതയിലൂടെ, ഈ പരിശുദ്ധ സഭയെ എൻ്റെ മുൻഗാമികളുടെ മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ, എനിക്ക് തൊട്ടുമുന്നമേയായിരുന്ന പരിശുദ്ധ പുണ്യശ്ലോകനായ തോമസ് പ്രഥമൻ ബാവായുടെ അനുഗ്രഹത്തിലൂടെ, പൗലോസ് രണ്ടാമൻ ബാവായുടെ അനുഗ്രഹത്തിലൂടെ
ഈ സഭയെ എവിടെയെങ്കിലും എത്തിക്കുവാൻ, ശാശ്വതമായ തീരത്തണയുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കണ്ണുനീരും കൂടെ ഉള്ളിടത്തോളം കാലം അനധിവിദൂരതയിൽ തന്നെ അത് സാധിച്ചെടുക്കാമെന്നുള്ളതായ പ്രാർത്ഥനയോട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒന്ന് മാത്രമേ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ചേർത്ത് വയ്ക്കുവാനുള്ളൂ. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും മലങ്കര സഭയും നമ്മൾ ആ ബന്ധത്തിനൊരു പോറലേൽപ്പിക്കുവാൻ നമ്മളാരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നഷ്ടങ്ങളെല്ലാം സഹിക്കുമ്പോഴും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ യാത്ര നമ്മൾ തുടരുന്നത്. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മറ്റൊരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു പക്ഷേങ്കിൽ മനുഷ്യൻ്റെ കണ്ണിലുള്ള ഭൗതികമായിട്ടുള്ള പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കാം. പക്ഷേ അതിലല്ലല്ലോ ദൈവം പൂർണ്ണമായും വസിക്കുന്നത്. ഞാനും നിങ്ങളുമാകുന്ന ആലയങ്ങളിൽ തന്നെയാണ്. അവിടെ ദൈവം വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൂടാരമടിച്ച് ആരാധിക്കുവാനുള്ളതായ മനസ്സുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ കഷ്ടങ്ങളുടെ നഷ്ടങ്ങളുടെ മധ്യേ നമുക്ക് കൂടുതൽ വിശ്വാസത്തിൽ പ്രോജ്വലിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭദ്രാസനം അതുപോലെ പ്രയാസത്തിലൂടെ മുൻപോട്ട് പോയതാണ്. ആ പ്രയാസഘട്ടത്തിലൊക്കെ അഭിമന്യ പിതാവായ മാത്യൂസ് മോർ ഈവാനിയോസ് തിരുമേനി ജനത്തിൻ്റെ ഒപ്പം നിന്നു. ഇനിയും ഒരു സംഘർഷം വേണ്ട, ഇനിയും ഒരു വഴക്ക് വേണ്ട എന്ന് പറഞ്ഞ് പലരും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് പുതിയ ഇടങ്ങൾ കണ്ടെത്തി ദേവാലയങ്ങൾ പണിത് മുന്നോട്ട് പോവുകയാണ്. അത് നമുക്ക് മുന്നിലുള്ള ഒരു മാർഗമാണെങ്കിൽ കൂടി നമ്മുടെ അവകാശം വിട്ടുകൊടുക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറല്ല. അത് നമ്മുടെ അവകാശമാണ്. അതിനുവേണ്ടി നമ്മൾ അവസാനം വരെ പോരാടേണ്ടതാണ്. എന്നതിൽ പോരാടണം. നിയമത്തിൻ്റെ വഴിയിലാണ്, നിയമത്തിൻ്റെ വഴിയിൽ അത് അവസാനിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചുള്ളതായ നമ്മളുടെ ആവശ്യമെന്ന് പറയുന്നത്. കേസുകൾ, വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാം, ചർച്ചയിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്താം. ഗവൺമെൻറ് എടുക്കുന്ന ഇനീഷ്യേറ്റീവ് വളരെ ആശ്വാസാർഹവും നമുക്ക് വലിയ പ്രത്യാശയും തരുന്നതാണ്. അങ്ങനെയുള്ള നീക്കങ്ങളോട് സഹകരിച്ചുകൊണ്ട് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി സഹോദരങ്ങളെ പോലെ മുൻപോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവട്ടെ. ആ പ്രാർത്ഥനാ സ്വർഗത്തിലെ ദൈവം നമുക്ക് അത് പ്രാവർത്തികമാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.